എന്ന് പറയുന്നതും മമ്പുറത്ത് പോയിട്ട് മമ്പുറത്ത് തങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞതും എന്താണ് വ്യത്യാസം? മമ്പുറത്ത് പോയിട്ട് കാക്കണേന്ന് പറയാന് സഹായം തേടാന് അള്ള കൽപ്പിച്ചതാണ്. ഗുരുവായൂര് പോയിട്ട് തേടരുത് എന്ന് അള്ള വിരോധിച്ചതാണ്. അതിന്റെ വ്യത്യാസം. ഒന്നല്ല കൽപ്പിച്ചതും മറ്റൊന്നല്ല വിരോധിച്ചതാണ്. പരിശുദ്ധ ഖുർആനിൽ മൈക്കെടുത്തോളി. അസ്സലാമു അലൈക്കും. അപ്പൊ യേശുക്രിസ്തു രക്ഷിക്കണേ എന്ന് പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ മറിയം ബീവിയെ കാക്കണേ എന്ന് പറയാൻ അള്ളാഹ് കൽപ്പിച്ചിട്ടുണ്ടോ? എന്തായാലും അതുകൊണ്ട് ദീനുൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന അള്ളാഹ് പറഞ്ഞിട്ടില്ല. പോരെങ്ങക്കത്? ഈസാ നബിയെ രക്ഷിക്കണേ എന്ന് യേശുക്രിസ്തു എന്നല്ല, ഈസാ നബിയെ രക്ഷിക്കണേ എന്ന് ഒരാൾ പറഞ്ഞു. അല്ലെങ്കിൽ മറിയം ബീവിയെ കാക്കണേന്ന് ഒരാള് പറഞ്ഞാൽ അതുകൊണ്ട് ദീനിന്ന് പുറത്തു പോകുന്ന അള്ളാഹ് പഠിപ്പിച്ച ഖുർആനിലില്ല. അതെനിക്കറിയാം. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾ നേരത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? എനിക്കെന്താ മുണ്ടാണ്ടായിപ്പോയി? അത് ശരി. ഒന്ന് അള്ളാഹ് കൽപ്പിച്ചതാണെന്നും മറ്റൊന്ന് അള്ളാഹ് വിരോധിച്ചതുമാണ്. അതുകൊണ്ട് പോകാൻ പറ്റൂല എന്നും. എന്നാ മമ്പുറത്തേക്ക് പോകാമെന്നും നിങ്ങൾക്ക് തിരിഞ്ഞോ? അത് തീരട്ടെ, എന്നിട്ട് അടുത്തേലേക്ക് പോകാലോ. മൈക്കെടുക്കി കരീം തന്നെ മൈക്കെടുക്കി. ശരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോ മരിച്ചു പോയ സ്വാലിഹീങ്ങൾക്ക്, അമ്പിയാക്കൾക്ക്, ശുഹദാക്കൾക്ക് തുടങ്ങിയ അള്ളാഹ് അനുഗ്രഹിച്ച് ആദരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കാൻ ഉള്ള കഴിവ് അള്ളാഹ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഏത് ആയത്താങ്കിലും തെളിവായി ഉദ്ധരിക്കാൻ കഴിയുക? അസ്സലാമു അലൈക്കും. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ് എന്ന് അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അള്ളാന്റെ എത്രത്തോളം കൊടുക്കുന്ന നിങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചല്ലേ. കൊടുക്കൂല എന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ലല്ലോ അന്നു. അള്ളാഹ് പറഞ്ഞു ഗൈറു മുത്തനാഹിയായിട്ട് ഞാൻ കൊടുക്കുന്ന പറഞ്ഞു അള്ളാഹ്. പക്ഷെ നിങ്ങൾ പറഞ്ഞു അള്ളാഹ്ക്ക് അത്ര കൊടുക്കാൻ പറ്റൂല, അതിന് അള്ളാഹ്ക്ക് കഴിവില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് തെറ്റാണ്. അള്ളാഹ് എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അള്ളാഹ് പറയുന്നു ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ അള്ളാന്റെ കൊടുക്കൽ നിങ്ങൾ പറഞ്ഞു. അള്ളാഹ് പറഞ്ഞു കയ്യും കണക്കും ലാ ഹദ്ദ വലാ ഹസ്റ എന്ന് അള്ളാഹ് പറയുമ്പോ നിങ്ങൾ അതിനെ ഹദ്ദ് നിശ്ചയിക്കാൻ പോയി. അത് ഇത്രേ കൊടുക്കാൻ പറ്റൂ, അള്ളാഹ്ക്ക് ഇത്രേ കൊടുക്കാൻ കഴിയൂ എന്ന് നിങ്ങളായിട്ട് തീരുമാനിച്ചതാണ്. അത് തെറ്റാണ്. അള്ളാഹ് പറഞ്ഞു ലാ ഹദ്ദ വലാ ഹസ്റ, ഞാൻ എത്രയും കൊടുക്കും, ഞാൻ എങ്ങനെയും കൊടുക്കും, ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്ന് അള്ളാഹ് പറഞ്ഞു. നിങ്ങൾ അവിടെ എന്ത് ചെയ്തു? അള്ളാഹ് പറഞ്ഞതിന്റെ എതിരെ പറയാൻ തുടങ്ങി. അള്ളാഹ്ക്ക് അങ്ങനെ കൊടുക്കാൻ കഴിയൂല, മരിച്ചോലക്ക് ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കാൻ കഴിയൂല, അതിനുള്ള കഴിവ് അള്ളാഹ്ക്ക് കൊടുക്കാനാവില്ല എന്നൊരു വാദത്തിലേക്ക് നിങ്ങൾ വന്നു. അത് ഖുർആനിനെതിരാണ്, പാടില്ല. നമ്മൾ ഖുർആനിന് അനുകൂലമായിട്ട് നിൽക്കുമ്പോ നിങ്ങൾ ഖുർആന് വിമർശനവുമായിട്ട് നിൽക്കുകയാണ്. തെറ്റാണ്. മൈക്കെടുക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പയ്യോളി ഉസ്താദ് കുറച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ നെറ്റിന് കുറഞ്ഞൊരു പ്രശ്നം ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മരിച്ചുപോയ മഹാന്മാർക്ക് ഇതിൽ അള്ളാഹ് ഉദ്ദേശിച്ചവർ കൊടുക്കുമെന്ന് പറഞ്ഞു. അത് മറിയം ബീവിക്ക് ഇഷ്ടംമാതിരി ഭക്ഷണങ്ങൾ, സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകപ്പെട്ടു. ഇങ്ങനെ ഒരു പ്രശ്നം എവിടെ ജീവിച്ചിരുന്നവരെ സഹായിക്കാനുള്ള കഴിവ് കൊടുത്തു എന്ന് എവിടെയാണുള്ളത് ഇതില്? എന്താ ഈ കരീമ് പറയണത്? മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കാനുള്ള കഴിവ് കൊടുക്കൂല എന്ന് പറയാൻ പാടില്ല. തെറ്റാണ്. കാരണം അത് ഖുർആനിനെതിരാണ്. കാരണം അള്ളാഹ്ക്ക് അതിനുള്ള കഴിവുണ്ട് എന്നാ ഞങ്ങൾ പറയണത്. മനസ്സിലായില്ലേ കരീമേ? മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കാൻ കഴിവ് കൊടുക്കാൻ അള്ളാഹ്ക്ക് കഴിയും.
അത് നിങ്ങൾ കഴിയൂലെന്നാ നിങ്ങൾ പറയണത്. അള്ളാഹ്ക്ക് അതിനുള്ള കഴിവില്ല, അത് തെറ്റാണ്. മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കാനുള്ള കഴിവ് കൊടുക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു. കാരണം അള്ളാഹ് പറയുന്നു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, ഒരു കയ്യും കണക്കില്ലാതെ ഞാൻ കൊടുക്കും. നിങ്ങൾ പറയണോ അള്ളാഹ്ക്ക് അങ്ങനെ കയ്യും കണക്കില്ലാതെ എല്ലാവർക്കും ഒന്നും കൊടുക്കാനാവൂല, മരിച്ചവർക്ക് ഇന്നേ കൊടുക്കാനാവുള്ളൂ, ജീവിച്ചിരിക്കുന്നവർക്ക് ഇന്നതേ കൊടുക്കാനാവുള്ളൂ, മറ്റവർക്ക് ഇന്നതേ കൊടുക്കാനാവുള്ളൂ എന്നാണ് നിങ്ങളെ വാദം. അത് ഖുർആനിന് ഘടകവിരുദ്ധമാണ്, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആ നിയമങ്ങൾക്ക് ഘടകവിരുദ്ധമാണ്, വിശ്വാസങ്ങൾക്കും ഘടകവിരുദ്ധമാണ്. മൈക്കെടുക്ക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നതിന് ദുആ കേൾക്കാനും ഉത്തരം ചെയ്യാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ടെന്നുള്ള ഇവിടെ ഖുർആനെതിരല്ല അത്. ഇന്ദുഹും ലാ യസ്മഊന ദുആഅക്കും വല അതിനെ ഞേട്ടാത്തം ചെയ്യില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയാൻ ഉത്തരം ചെയ്യുമെന്നുള്ളതിന് എന്ത് തെളിവുകൾ എത്തുന്നത്? മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവരൊക്കെ പിന്നെ ശബ്ദം കേൾക്കാനാവൂല എന്നാ നിങ്ങൾ പറയണത്? മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവരുടെ ശബ്ദം കേൾക്കാനാകൂല എന്നാണോ നിങ്ങളെ വാദം? അത് ഖുർആനിനെതിരാണെന്നാണോ നിങ്ങൾ പറയുന്നത്? ഒന്നും കൂടി മൈക്കെടുത്തിട്ടൊന്ന് ക്ലിയർ ചെയ്യും. മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവരുടെ ശബ്ദം കേൾക്കാൻ ആകൂല എന്നാണ് നിങ്ങൾ പറയുന്നത്? വേഗം മൈക്കെടുക്ക്, ഒന്ന് ക്ലിയർ ചെയ്യും. നിങ്ങൾ അങ്ങനെ ഉരുണ്ട് കണ്ടു പോവല്ലേ. മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവരുടെ ശബ്ദം കേൾക്കാൻ ആകൂല എന്നാണ് ഒരു വാദം. വേഗം മൈക്കെടുക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേട്ടാൽ തന്നെ അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉത്തരം ചെയ്യാൻ കഴിയും എന്നുള്ളതിന് തെളിവാണ്. അപ്പൊ മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കാൻ കഴിയൂല എന്നാണോ നിങ്ങളെ വാദം? ആണോ? ആണെങ്കിൽ ടെക്സ്റ്റ് അടിച്ചോളൂ, ഉപ്പ് അടിച്ചോളൂ. മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കാൻ കഴിയില്ല എന്നാണോ നിങ്ങളുടെ വാദം? തീരുമാനം വേഗമായിക്കോട്ടെ. നിങ്ങൾ ചോദിക്കുന്നവർക്ക് മുഴുവൻ ഹദീസും ആയത്തും ഒക്കെ ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. നിങ്ങളെ വാദം മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കാനാവില്ല എന്നാണോ? വേഗം തീരുമാനിക്കുക, അല്ലെങ്കിൽ മൈക്കെടുത്തിട്ട് പറയും. ആ സഹായിക്കാനാകൂല എന്നാണ് മൂപ്പര വാദം. എന്നാ കേട്ടോളിട്ടാ മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കാനാകും. ആരാ പറയണത്? അൽ ബിദായ വന്നിഹായ ഇബ്നു കസീർ 204 എഴുതി വെച്ചോ, എന്നിട്ട് പഠിച്ചോ. ഉഖബത്ത് ബിൻ അസദിൽ നിന്ന് നിവേദനം അൻ നുഅ്മാൻ ബിൻ ബഷീർ അന്നായിലത്ത് ബിൻതുൽ ഫറാഫസത്തുൽ കുലൈബിയ ഇംറഅത്ത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന അസറിൽ കാണാം. ലമ്മാ ഹുസിറ ഉസ്മാൻ ളല്ലൽ യൗമുൽ ലദി കാന ഫീഹി ഖത്ലുഹു സായിമ ഫലമ്മാ കാന ഇൻദ ഇഫ്താരിഹി സഅലഹുൽ മാ അൽഅദ്ബ ഫഅബൗ അലൈഹി. അതെന്നാ പറഞ്ഞത്? ആയത്തെ സ്വീകരിക്കൂ. മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കാൻ പറ്റുന്നുള്ളതിന് ആയത്തെ സ്വീകരിക്കൂ. ഒറ്റ മിനിറ്റ്. ആയത്തെ സ്വീകാര്യമുള്ളൂ എങ്കിൽ പറഞ്ഞോളി, വിസ്തരിച്ചോളി. ആയത്തെ വരാം. ആയത്തെ ശരി. ആയത്തല്ല ചേകന്നൂരാണോ എങ്കിൽ അത് പറയണം. ചേകന്നൂരാണോ ഖുർആൻ മാത്രം സ്വീകരിക്കുന്ന ചേകന്നൂരാണോ തുറന്നു പറയണം. എ.ടി. കരീം പോയി ചേകന്നൂരിലേക്ക് എത്തിയിട്ടുണ്ടെന്നുണ്ട്. ചേകന്നൂരാണോ എങ്കിൽ ആയത്തും, അല്ലെങ്കിൽ പിന്നെ മുണ്ടാൻ പാടില്ല. ചേകന്നൂരല്ലെങ്കിൽ ഈ ആശയം പറയണം. ഏതാശയക്കാരനാ? ആയത്ത് മാത്രം സ്വീകരിക്കുന്നവൻ കേരളക്കരയിൽ ചേകന്നൂരാണ്. നിങ്ങൾ ചേകന്നൂരാണോ എങ്കിൽ ആയത്ത് തരാം. അല്ല, നിങ്ങളുടെ ആശയം ഏതാ അത് പറയണം. അത് ശരി. ആ ഹദീസ് സ്വീകരിക്കും, കിതാബ് സ്വീകരിക്കും, ആസാറ് സ്വീകരിക്കും, സഹിയായ പരമ്പരയിൽ വന്നാൽ സ്വീകരിക്കും എന്നൊക്കെ പറയുന്ന വഹാബിയാണോ നിങ്ങൾ? എങ്കിൽ സ്വീകരിച്ചേ പറ്റൂ. അല്ല, നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ വഹാബിസം മൂത്തും കണ്ട് ഇപ്പൊ ചേകന്നൂരിസത്തിലേക്ക് എത്തിയിട്ടുണ്ട്, സോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റൂല, എനിക്ക് ആ പിന്നെ ഖുർആൻ ഹദീസിന്റെ കിതാബിലൊന്നും പറഞ്ഞ് ഞാൻ സ്വീകരിക്കൂല. എന്താണ്? അപ്പൊ ഖുർആനെതിരല്ല എന്നാ ഇപ്പൊ പറഞ്ഞതേ. ഖുർആനെതിരല്ല എന്നാ പറഞ്ഞേ. ഇബ്നു കസീറാ പറഞ്ഞേ. ഇബ്നു കസീർ വലിയ ഖുർആൻ വ്യാഖ്യാതാവാ. മൂപ്പര കിതാബിൽ ഇബ്നു കസീർ അൽ ബിദായ വന്നിഹായലാ കൊടുത്ത. അപ്പൊ ഖുർആനെതിരല്ല. അപ്പൊ മണ്ടൻ കരീമിന് പേച്ചതാണ്. ഇബ്നു കസീറിന് പേച്ചിട്ടുണ്ടാവില്ലല്ലോ. ഇബ്നു കസീറിന് ഖുർആൻ തിരിഞ്ഞത്ര ഏതായാലും നിങ്ങൾക്ക് തിരിയാൻ വകുപ്പില്ലല്ലോ. കാരണം വലിയ മുഫസ്സിർ മൂപ്പരാണല്ലോ.
എന്നിട്ട് ആ ഖുർആൻ വ്യാഖ്യാനിച്ച നിങ്ങൾ ഈ പറയുന്ന വഇൻ സമിഉ എന്നുള്ള ആയത്തൊക്കെ കണ്ട് അതിനൊക്കെ തഫ്സീർ എഴുതിയ മൂപ്പരാണ് എഴുതുന്നത് കേട്ടോളൂ. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ബന്ദിയാക്കപ്പെട്ടപ്പോ വീടിന്റെ ഉള്ളില് ശത്രുക്കളെ അദ്ദേഹത്തെ വീട്ടു തടങ്കലിലാക്കിയപ്പോ അദ്ദേഹം നോമ്പുകാരനായിരുന്നു. അപ്പൊ നോമ്പ് തുറക്കാനുള്ള വെള്ളം ചോദിച്ചപ്പോ വെള്ളം കൊടുത്തില്ല. കുറെ സമയം കഴിഞ്ഞു, നീണ്ട സംഭവമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഫഖാല മഹാനവർകൾ പറയാണ് ഞാന് അള്ളാന്റെ റസൂലിനെ കാണുകയാണ്. ഈ സഖഫിലൂടെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നു, എന്റെ അടുത്തേക്ക് വന്നു. വഫാത്തായ നബിയെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ വഫാത്തിന്റെ സമയത്തുള്ള സംഭവമാണ് ഈ പറയുന്നത്. എന്നിട്ട് പറയാണ് യാ ഉസ്മാനെ എന്നെ വിളിച്ചു. ഹസറൂക്ക നിന്നെ അവര് ബന്ദിയാക്കിയല്ലേ എന്ന് ചോദിച്ചു. ഖുൽതു നഅം ഞാൻ പറഞ്ഞു നബിയെ എന്നെ ഒരു ബന്ദിയാക്കി. വഫാത്തായ നബി ജീവിച്ചിരിക്കുന്ന ഉസ്മാനോട് സംസാരിക്കുന്ന റളിയല്ലാഹു അൻഹു. എന്നിട്ട് ചോദിക്കുന്ന ഉസ്മാനെ ആശയ കൈമാറ്റം നടക്കുകയാണ് ഇവിടെ, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും തമ്മിൽ. കേൾക്കണങ്ങള് ഇബ്നു കസീർ ഉദ്ധരിക്കട്ടെ, അദ്ദേഹത്തിന്റെ അൽ ബിദായ വന്നിഹായ അൽ മനാമാത്തിൽ ഇബ്നു അബി ദുനിയ പറയട്ടെ. എന്തായാലും ചോദിക്കുക ഹസറൂക്ക നിന്നെ ബന്ദിയാക്കിയല്ലേ? ഖുൽതു ഞാൻ പറഞ്ഞു നബിയെ ആണ്. എന്നെ അവര് വീട്ടു തടങ്കലിലാക്കി നബിയെ. ഉസ്മാനെ നിനക്കവര് വെള്ളം തന്നില്ല അല്ലേ? ഞാൻ പറഞ്ഞു നഅം നബിയെ എനിക്കവര് വെള്ളം തന്നില്ല. നബി തങ്ങൾ ഒരു ബക്കറ്റില് വെള്ളം എൻ്റെ അടുത്തേക്ക് നീട്ടി തന്നു. ഉസ്മാൻ കുടിക്ക് മോനെ, നന്നായിട്ട് കുടിച്ചു പറഞ്ഞു. ഞാൻ ആ വെള്ളത്തിൽ നിന്ന് എനിക്ക് മതി വരുവോളം കുടിച്ചു. ഇതാരാ കൊടുക്കണത്? ദാഹിച്ച് വലഞ്ഞ് വെള്ളത്തിനാവശ്യപ്പെട്ടിട്ട് കിട്ടാതെ പ്രയാസപ്പെട്ട് ഒരിത്തിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു നിൽക്കുമ്പോ വഫാത്തായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജീവിച്ചിരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് വെള്ളം കൊടുക്കുന്നു, സംസാരിക്കുന്നു, അൽ ബിദായ വന്നിഹായ രേഖപ്പെടുത്തുന്നു. ഇനി എന്ത് വേണം കരീമേ? വേഗം മൈക്കെടുക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ ചോദ്യം മരിച്ചുപോയ മഹാന്മാർക്ക് ജീവിച്ചിട്ട് സഹായിക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ അള്ളാഹു കൊടുത്തതിനുള്ള തെളിവാണ് ചോദിച്ചത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടോ? ഇപ്പൊ നിങ്ങൾ യാ ഹബീബി എന്ന് പറഞ്ഞ കണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മയ്യത്ത് കൊണ്ടുമ്പോൾ അങ്ങനെ ഖബർ നശീകരിക്കട്ടെ, അങ്ങനെ ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. അതല്ല ഈ കഴിവ് അള്ളാന്റെ റസൂലിന് കൊടുത്തത് പിശാചാണെന്ന് വിശ്വാസം സുന്നികൾക്കില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ സഹായിക്കാനുള്ള ഈ കഴിവ് അള്ളാന്റെ റസൂലിന് കൊടുത്തത് ശൈത്താനാണെന്ന വിശ്വാസം ലോകത്ത് സുന്നികൾക്ക് ഇല്ല. അത് വിശ്വസിക്കാൻ വഹാബികളെ കഴിയൂ. അള്ളാഹ് കൊടുത്തതാണ് ഈ കഴിവ്. പോയി മുങ്ങിട്ടോ. മരിച്ചുപോയ റസൂലുള്ളാഹി തങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന ഉസ്മാൻ തങ്ങളെ സഹായിക്കാനുള്ള കഴിവ് അള്ളാഹ് അല്ലാതെ മറ്റൊരാൾക്കും കൊടുക്കാൻ കഴിയുമെന്ന് സുന്നികൾ വിശ്വസിക്കൂല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായ സുഹൃത്തുക്കളെ? ഇനി കരീമോടി അല്ലാണ്ട് രക്ഷയില്ല. അള്ളാഹ് കൊടുത്തതിനുള്ള രേഖയാ പറഞ്ഞത്. അപ്പൊ പറയാ അള്ളാഹ് കൊടുത്തു എന്നുള്ളതിന് രേഖ വേണം. അപ്പൊ മൂപ്പര വിശ്വാസത്തിൽ ഇത് ഇബ്ലീസ് കൊടുത്തതാന്നാ, കുഞ്ഞിരായും കൊടുത്തതാന്നാ മൂപ്പര വിശ്വാസം. ഇതാണ് വഹാബി വിശ്വാസം. മഅദല്ലാഹ്. അള്ളാന്റെ റസൂലിന് പിശാചിന്റെ കഴിവാ